ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നാ പറയുന്നത്, ഒരു സ്പൈസി പോപ്കോൺ കോളിഫ്ലവറാണ് ചെയ്യാൻ പോകുന്നത്. സാധാരണഗതിയിൽ പോപ്കോൺ മേടിച്ച് കഴിഞ്ഞാൽ കാരമലൈസ് ചെയ്തിട്ട് നമ്മൾ കഴിക്കാറുണ്ട്, ചോക്ലേറ്റ് സോസ് ഒഴിച്ച് കഴിക്കാറുണ്ട്, അങ്ങനെ പലതും ഒഴിച്ച് നമ്മൾ പല ഫ്ലേവറിംഗ് ആയിട്ട് കഴിക്കാറുണ്ട്. ഏതാ പോപ്കോൺ. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കോളിഫ്ലവറാണ്. അത് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടറാണ്. സ്റ്റാർട്ടറിനോട് ഇതിനോട് നല്ല ചൂട് ചായയോ അല്ലെങ്കിൽ നല്ലൊരു ജ്യൂസോ എന്നേലും മതിയാവും. നമ്മുടെ വീട്ടിലാരെങ്കിലും വരുവാന്നേ കൊടുക്കാനും ഒക്കെയല്ലേ ഇത് നല്ലൊരു സാധനമാണ്. ഇനി വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ കുറച്ച് മൈദ, പിന്നെ ഒരു ഇച്ചിരി മുട്ട, കോളിഫ്ലവർ കണ്ടോ ഒരു ഇച്ചിരി നമ്മുടെ പോപ്കോൺ പോലെ പിച്ചി പറിച്ചിട്ടേക്കുന്നത്, പിന്നെ ഇച്ചിരി ഉപ്പ്, സോയാ സോസ്, റെഡ് ചില്ലി സോസ്, കുറച്ച് കുരുമുളക് പൊടി. ഇത് കെയിൻ പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അത് ചെയ്യാം, ഇതല്ലെങ്കിൽ കെയിൻ പെപ്പർ എന്ന് പറയുമ്പോൾ എന്നാന്നോ ഇവിടെയൊക്കെ പറയുന്നത് ഒടംകൊല്ലി മുളകെന്നാണ് പറയുന്നത്. ഈ ഒടംകൊല്ലി എന്നൊക്കെ പറഞ്ഞാൽ ദേഹം എന്നാണ്, അത് അതിന് ദേഹത്തെ കൊല്ലുന്ന ഒരു മുളകെന്ന് പറയുന്നത്. അത്ര എരിവാണ്. അന്നേരം ചിലർക്ക് ഇത് പിടിക്കുകയല്ല. ഞാൻ പറഞ്ഞാൽ ഈ പച്ചക്ക് ഇടുന്നതിനെക്കാട്ടിലും അതിനെ പൊടി വാങ്ങിക്കാൻ കിട്ടും, അതിടുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. പക്ഷേ ഈ ഒരു മുളക് തിന്നാനും ചിലർക്കൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിട്ടത്. പക്ഷെ അതൊരു റീസൺ. സെക്കൻഡ് റീസൺ, കുറച്ചും കൂടെ ഉള്ളിലോട്ട് ചെല്ലുമ്പോഴത്തേന് ഈ കെയിൻ പെപ്പർ എന്നതാന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ മേടിക്കാനായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ മുളക് ഇട്ടേച്ചാലും മതി. ഇനിയിപ്പോൾ ഈ 2 മുളകും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പച്ചമുളകില്ലേ, ആ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ഇച്ചിരി കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചാൽ മതി. കെയിൻ പെപ്പർ പൗഡർ മേടിക്കുവാന്നേൽ നമ്മുടെ ഈ മുളകോളം എരിവ് കാണുകയില്ല, പക്ഷേ ഈ മുളക് തന്നെ ഇടുവാന്നേൽ നല്ല എരിവാണ്. പിന്നെ വേണ്ടിയത് കുറച്ച് തേന, പിന്നെ കുറച്ച് മല്ലിയില. ഇതിനകത്ത് ഇടുന്ന ചൈവ്സ് ആണ്, പക്ഷേ അത് നമുക്ക് കിട്ടാൻ എല്ലായിടത്തും കിട്ടുകയില്ല, ചിലയിടത്ത് മാത്രമേ കിട്ടത്തുള്ളൂ. ചിലപ്പോൾ എപ്പോഴും അവൈലബിളും കാണുകയില്ല. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടത്, പാൻ അടുപ്പേ വെച്ചേച്ച് ഇച്ചിരി എണ്ണ ഒഴിക്കണം. എണ്ണ മീൻസ് കോളിഫ്ലവർ ഒന്ന് വറുത്തെടുക്കാനാണ് വേണ്ടിയുള്ള എണ്ണ വേണം. ഇത് ചൂടാവുന്ന നേരം കൊണ്ട് എന്നാ ചെയ്യണം, നമുക്കൊരു ഒരു ബാറ്റർ ഉണ്ടാക്കാനാണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് എന്നാന്നറിയോ, കുറച്ച് മൈദ, ഇതിൻ്റെ കൂടെ കുറച്ച് കോൺഫ്ലവറും കൂടി ഇട്ടാൽ നല്ലതാണ്. പിന്നെ വേണ്ടിയത് ഒരു 2 മുട്ട, ഒരു ഇച്ചിരി ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി. അപ്പം ഈ മുളക് നേരിട്ട് ഇടുന്നതുകൊണ്ട് ഞാൻ ഒത്തിരി ഇടുന്നില്ല, ഒരു ഇച്ചിരി. ഇതിനൊരു എന്നാ പറയുക, ഇത് അരിയുമ്പോഴത്തേക്ക് ഇതിനൊരു മണമുണ്ട്. ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ശരിക്കും നമ്മൾ എന്നാ ചെയ്യണമെന്നറിയാം, കോളിഫ്ലവർ മുട്ടയിൽ മുക്കി ചുമ്മാ ഈ മാവേലൊന്ന് ഡ്രൈ ആയിട്ട് ഡസ്റ്റ് ചെയ്തെടുത്തേച്ചാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ എണ്ണയിലിടാനുള്ളത്. പക്ഷെ അത് പ്രാക്ടിക്കൽ അല്ല. കാര്യം എന്നാന്നോ, നമ്മൾ ഈ കോളിഫ്ലവർ ഒത്തിരി കുഞ്ഞായിട്ടാണ് പൊട്ടിച്ചിട്ടേക്കുന്നത്. അപ്പോൾ ഇത്രയും മെനക്കെട്ട് ചെയ്യാനാണെങ്കിൽ എത്ര നേരം പോകും അല്ലേ. അപ്പം ഞാൻ എന്നാ ചെയ്തു, കുറച്ച് ഈ എല്ലാം കൂടെ മിക്സ് ചെയ്തേച്ച് ഈ കോളിഫ്ലവർ ഇതിനകത്തോട്ട് ഇട്ടിട്ട് മൊത്തത്തിൽ ഒന്ന് പുരട്ടിയെടുക്കുന്ന ഏറ്റവും എളുപ്പമുള്ള വഴി. ആ കെയിൻ പെപ്പർ പൗഡർ ഇടുവാന്നേലും ഉണ്ടല്ലോ, ആ ഒരു നിറം വരും. ഇതിനെ ഇനി ഓരോന്നായിട്ട് ഞാൻ ഇതിനകത്തോട്ട് ഇടാൻ പോകും. ഇതിനകത്ത് ശരിക്കും കുറച്ച് കളറ്, അതായത് നമ്മൾ ഇച്ചിരി ആ കെയിൻ പെപ്പർ ഞാൻ പറഞ്ഞില്ലേ, അത് മുളക് പൊടിയെ കൂട്ടാണ്. അന്നേരം അതൊരു ഇച്ചിരി എന്നാ പറയുന്നത്, ഇടുമ്പത്തേന് ഈ വൈറ്റ് കളറല്ല വരുന്നത്, ഒരു ഇച്ചിരി നിറം കിട്ടും. അതല്ല നമുക്കത് കിട്ടിയില്ല, ഇതേപോലെ ഞാൻ ഇടുന്ന പോലെ മുളക ഇടുന്നതെങ്കിൽ കളർ ചേർക്കുന്നവരുണ്ട്. അതും വേണ്ടാന്നുണ്ടെങ്കിൽ ഇച്ചിരി മുളക് പൊടി ചേർക്കുന്നവരുണ്ട്. അപ്പോൾ ഏതായാലും ചേർക്കാം. ഇച്ചിരി വൈറ്റ് കളറിനെക്കാട്ടിലും കുറച്ചൊരു നിറമുള്ളത് കാണാൻ നല്ല രസമാണ്.
ഒരു ഇച്ചിരി സ്പൈസിയാ, എന്നാൽ അത്ര സ്പൈസി അല്ലത്. ഈ കോളിഫ്ലവർ ഈ പറഞ്ഞ പോലെ കുറച്ച് ബ്രൗൺ ആയി തുടങ്ങി. ഈ സമയം നമുക്ക് എന്നാന്ന് അറിയാം, ഒരു ഇച്ചിരി സോസ് ഉണ്ടാക്കണേ. സോസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കുറച്ച് സോയാ സോസ്, അതായത് നമുക്ക് ഇത്രയും കോളിഫ്ലവർ പുരട്ടാനുള്ളതാണ്. സോയാ സോസ്, കുറച്ച് റെഡ് ചില്ലി സോസ്, പിന്നെ ഒരു ഇച്ചിരി തേൻ. ഇത്രയും നല്ലതായിട്ടൊന്ന് കലക്കുക. കുറച്ച് മല്ലിയില ഇടുക. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതിടാം, ചൈവ്സ് ഉണ്ടെങ്കിൽ അതിടാം, ഏതാ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതിട്ടു. ഇനി ഈ ബ്രൗൺ ആയ നമ്മുടെ കോളിഫ്ലവറിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ചുകൂടെ ബ്രൗൺ ആക്കണമെങ്കിൽ ആക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നാൽ ഈ ഒരു ബ്രൗൺ മതി, എന്നാലേ ഇതെല്ലാം കൂടെ കോട്ടാവത്തുള്ളൂ. നമ്മുടെ കോളിഫ്ലവർ കംപ്ലീറ്റ് നമ്മളങ്ങ് വറുത്തെടുത്തു. ഇനി എന്നാ ചെയ്തത്, എനിക്ക് ഇത്ര എണ്ണ വേണ്ട, കുറച്ച് എണ്ണ മതിയാവും. നമ്മുടെ അതേ പാനെ തന്നെ നമ്മൾ ഈ കലക്കി വെച്ചേക്കുന്ന സോസ് അങ്ങ് ഒഴിക്കുക. ഇച്ചിരി ഒരു ഹൈ ഫ്ലെയിമേൽ ഒരു 5 minutes എന്നാന്നോ ആ സോസിലൊക്കെ ഒരു ഇച്ചിരി വെള്ളമയമില്ലേ അതൊന്ന് മാറണം. അല്ലെങ്കിൽ ആ സോസിൻ്റെ ഒരു പച്ചച്ചോവ എന്ന് പറയല്ലേ, അതൊന്ന് മാറി കിട്ടിയാൽ 5 minutes പോലും വേണ്ട, ചിലപ്പോൾ 5 seconds അല്ലെങ്കിൽ 10 seconds മതിയാവും. പിന്നെ മാത്രമല്ല ഒരുപാട് അങ്ങ് പറ്റിച്ച് കളഞ്ഞേക്കരുത്. കാര്യം നമ്മുടെ ഇത്രയും കോളിഫ്ലവറിനകത്ത് കോട്ടാവാനുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കേണ്ട. ഈ ക്രിസ്പിയായ കോളിഫ്ലവർ ഇതിനകത്തോട്ട് തന്നെ ഇട്ടേച്ച് ഈ സോസ് കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് കോട്ട് ചെയ്തെടുക്കുക. ഇച്ചിരി സമയം എടുക്കും ഏതാ ഈ കോളിഫ്ലവർ ഒക്കെ ഒന്ന് ഇതിനകത്തോട്ടൊന്ന് പിടിച്ച് വരാനായിട്ട്. കോളിഫ്ലവറിൽ ഈ സോസ് മുഴുവൻ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഈ ഇഷ്ടംപോലെ മല്ലിയിലയോ ചൈവ്സോ എന്നതാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ഇടാം. പക്ഷേ കറിവേപ്പില ഒന്നും ഇട്ടേക്കല്ല. പക്ഷേ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ കുറച്ച് വെളുത്ത എള്ളില്ലേ, സെസമി സീഡ്സും കൂടി ഇതിനകത്ത് ഇടുവാന്നേൽ പ്രസൻറ്റേഷൻ ഇസ് സോ നൈസ്, നല്ല രസമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പാപ്രിക്കയുടെ കെയിൻ പെപ്പറിൻ്റെ പൊടിയൊക്കെ ഇടുവാണേൽ കുറച്ചുകൂടെയൊക്കെ ഒരു എന്നാ പറയുക ചുമന്ന നിറം കിട്ടും. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇട്ടേച്ചാലും മതി, നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ ശരിക്കും ഹോട്ടലിലൊക്കെ ചെയ്യുന്ന മറ്റേ ഹൈ ഫ്ലെയിമില്ലേ അതിൽ വേണം ഇത് ഏറ്റവും കൂടുതൽ ചെയ്യാനായിട്ട്. പക്ഷേ നമ്മുടെ വീടുകളിലൊന്നും അത് ഒക്കാത്തതുകൊണ്ട് നമ്മുടെ ഗ്യാസ് അടുപ്പിൽ എത്ര ഹൈ ഫ്ലെയിം ഉണ്ടോ അത്രയും ഹൈ ഫ്ലെയിമിൽ ചെയ്യുക. നമ്മുടെ അടുപ്പിലൊക്കെ ചെയ്യുമ്പോൾ ഇത് കുറച്ചൊന്ന് സോഗിയായി പോകും. അപ്പോൾ പിന്നെ അത് ടെൻഷൻ ആക്കണ്ട, ടേസ്റ്റ് ഭയങ്കര കേട്ടോ. ഇതിപ്പോൾ കോളിഫ്ലവറെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ പനീറിൽ ചെയ്യാം, ബേബി പൊട്ടറ്റോസിൽ ചെയ്യാം, ബേബി കോൺസിൽ ചെയ്യാം, ഇതിലെല്ലാം ചെയ്യാം. ടോഫു ഇതങ്ങനത്തെ എല്ലാത്തിലും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ഏകദേശം സോസ് എല്ലാം അതിനകത്ത് പിടിച്ചു കഴിഞ്ഞു. ഇനി ഒരു ഇച്ചിരി മല്ലിയില ഇടുവാണ്. എന്നാന്നറിയാം ഒരു പച്ചനിറം കിട്ടാനായിട്ട്. എന്നാൽ ആ മല്ലിയിലയുടെ ഫ്ലേവർ ഇതിനകത്ത് വരികയും വേണം. അറ്റ് ദ സെയിം ടൈം നമ്മൾ സോസ് എല്ലാം ആ കോളിഫ്ലവറെ പിടിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് അങ്ങ് തീ ഓഫ് ചെയ്തേക്കരുത്. കാര്യം ഒരു ഇച്ചിരി എന്നാ പറയുന്നത് ആ മൊരിഞ്ഞും കൂടെ വരണം, എന്നാൽ ആ ടേസ്റ്റ് വരത്തുള്ളൂ. സോസൊക്കെ ഇച്ചിരി നല്ലതായിട്ടൊന്ന് പിടിച്ചോട്ടെ. ഒരു ഹണി ഒഴിക്കുന്ന എന്നാ വെച്ചാൽ അതിലൊരു ഗ്ലേസ് കിട്ടാനായിട്ടാണ്. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അത് ഇച്ചിരി ഒന്ന് മൊരിഞ്ഞു തുടങ്ങുമ്പോൾ നല്ല അതാ കാണാനും അല്ലെ. ഇതിനകത്ത് എന്നിട്ട് അതിൻ്റെ വെള്ള എള്ളും കൂടി ഇടണം സെർവ് ചെയ്യാൻ നേരം. ആഹാരം ഇനി ഏതാന്നേലും ഉണ്ടല്ലോ ഒരു ഇച്ചിരി ചൂടോടെ കൊടുക്കുന്നത് തന്നെയാണ് നല്ലേ. പക്ഷേ എപ്പോഴും പറയുന്ന പോലെ ഈ പ്രോഗ്രാമിനകത്ത് നമുക്ക് കുറച്ച് ടൈം ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഗസ്റ്റ് വരുമ്പോഴത്തേക്ക് അവരോട് വർത്താനം പറയണം.
ഇതെല്ലാം നോക്കുമ്പോഴത്തേക്ക് ചൂട് ഒരു ഇച്ചിരി ആറിപ്പോവും. ഒന്നും ചെയ്യാൻ നോക്കുകയല്ല. ഇപ്പം ചെയ്യാൻ നോക്കുന്നത് തീ ഓഫ് ചെയ്ത് വെച്ച് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പോകാനേ ഒക്കത്തുള്ളൂ.